വരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായം ചാട്ടുളി മുണ തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടെല്ലാം വേല വേണടി കല്യാണി. ഫിറ്റായിട്ട് ഇവിടെ ഒന്ന് വാള വെക്കരുത് കേട്ടോ. നഹി നഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ, എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. പാപ്പന്റെ കംസന കൊല്ലാൻ? അല്ല, എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കാ. സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാളത്തി പുള്ളുണ്ട്. എനിക്ക് വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള കുടിച്ചുണ്ട്. ആ ബുട്ടി, നീ കഥ മുഴുവൻ പറഞ്ഞില്ല. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം അങ്ങനെ കഥയാവുന്നേ. ഓ സോറി, കേൾക്കുന്നൊരു സുഖം കൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞു. അങ്ങനെ ദ്രാസ് സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങൾ പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു. ഉടൻ മേജർ കാലിയ ഒരൊറ്റ അലർച്ചയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നതാണ്. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി. ഞാനായിരുന്നു ഏറ്റവും മുമ്പില്. 1.5 മണിക്കൂർ നിർത്താതെ ഫയറിംഗ്, പൊരിഞ്ഞ ഫയറിംഗ്. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങൾക്ക് ഒരൊറ്റ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാര് മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ലാറ്റ്. വെള്ളടിച്ച ഫ്ലാറ്റ് ആവും, വെടിവെച്ചാൽ എങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായില്ല. ഇത് പുള്ളു.